ഹലോ വെൽക്കം ബാക്ക് ടു മൈ ജോബർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ എന്നോട് ജേണൽ വീഡിയോ ഇടുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തോ സബ്സ്ക്രൈബ് തരണം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വൈകിപ്പിക്കണില്ല. എക്സൈറ്റഡ് ഞാൻ എൻ്റെ മുഖത്ത് കാണാത്തോണ്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ പ്രാവശ്യം നോക്കിയിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്, ബട്ട് എല്ലാം കുളമായി പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ല കാര്യം അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെ എല്ലാം കുളമായി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വൈകിപ്പിക്കാൻ നിൽക്കണ്ട, വേഗം നമുക്ക് ജേണലിനോട് തുടങ്ങാം. നമ്മുടെ ജേണലിൻ്റെ 3 ബുക്കിൽ ഈ 2 ബുക്കിലെ ജേണലാണ്. ഈ 2 ബുക്കിലാണ് നമുക്ക് എനിക്ക് വെക്കാനുള്ളത്. ഈ ബുക്കിൽ 8 ജേണൽ, ഈ ബുക്കിൽ 9 ജേണലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സ്ക്രാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചെയ്തൊരു സ്ക്രാപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ബട്ടർഫ്ലൈ വന്നു, പിന്നെ കുറേ കുത്തു വന്നു, പിന്നെ വെറുതെ ഇങ്ങനെ ഒരു മിനി സാധനം എഴുതി ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് വെച്ചു. പിന്നെ ജേണൽ നമ്മൾ ഈ ബുക്കിലും കൂടെ ജേണലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ബുക്കിനോട് ചോദിച്ചു നോക്കാം, ഏത് ബുക്കാണ് നിനക്ക് ജേണൽ ഞാനിപ്പം ചേച്ചി എടുക്കേണ്ടത്? ഈ ബുക്കാണോ അതോ ഈ ബുക്കാണോ? എ ബി 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 അപ്പോൾ ബി ഫസ്റ്റ് ഞാൻ ചെയ്യാം, എ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബി ഫസ്റ്റ് ചെയ്യാം. ഞാൻ ലാവൻഡറും പോട്ടെ വയലറ്റ് പർപ്പിൾ തീം ജേണൽ ചെയ്ത് നോക്കിയതാണ്. ആയിരുന്നു എൻ്റെ സെക്കൻഡ് ചെയ്തത്. ഞാൻ ജേണൽ ഇഷ്ടപ്പെട്ടില്ല, കാരണം എല്ലാം ഞാൻ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കളർ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയായോ? ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ജേണൽ കളർ നമ്മൾ ഏതെടുക്കും? നമുക്ക് ഓറഞ്ച് തീം എടുക്കാൻ ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ ഇതെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതെടുത്ത് വെള്ളത്തിലോട്ട് മുക്കുക. ഇതാണ് നമ്മുടെ സ്പോഞ്ച്, അതായത് നമ്മൾ ബ്രഷ് എല്ലാം ചെയ്യേണ്ട സാധനമാണ്. കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ വാട്ടർ കളർ ഗൈസ്. ജേണൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എന്തായാലും നാളെ ഇപ്പോഴും യൂസ് ചെയ്യും. വെള്ളം എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ ആക്കി എടുത്താൽ മതി ഗൈസ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ലാസ്റ്റ് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വട്ടത്തിലാക്കി ഇത്ര ആക്കണം. ഇത്ര നീളത്തിൽ കുറച്ച് നീര് കൂട്ടിയെടുത്ത വേണം ആക്കാൻ. അപ്പം ഇതാണ് ക്ലാറ്റ് കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നത്. ബ്രഷെല്ലാം കഴിഞ്ഞ് വിട്ടു പോകണം. പിന്നെ ഞാൻ ഓരോ കളറായിട്ട് ഓരോ സാധനങ്ങളും എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അതൊക്കെ നമുക്ക് ഓരോ കളർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിൽ പറഞ്ഞ് അത് തീർന്ന് ഇപ്പം കാണാൻ രസം ഉണ്ടാവില്ല, ഉണങ്ങി കഴിയുമ്പോൾ രസം ഉണ്ടാവും. നമുക്ക് ഫാനിടാം. അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണങ്ങിക്കോളും. ഇനി നമുക്കിതൊന്ന് അടുക്കിയാണ് ഒരു വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് വെട്ടിയെടുക്കാം. കടകളിലേക്ക് എടുത്തുകൊണ്ട് വന്നാൽ ഇത് പെട്ടെന്ന് മോളൊരു പിള്ളേർ സൂക്ഷിക്കണേ. പറ്റിയില്ല, വിഷമിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, നമ്മൾ മേടിക്കാനുള്ള ജേണൽ ചെയ്താൽ മതി. അയ്യോ എല്ലാം പറഞ്ഞു പോയി. അങ്ങനെ നമ്മുടെ പേപ്പറെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. താഴെ വീണ എടുത്തിട്ട് ഗൈസ് ഇത് ഞാൻ കാണിക്കാനാണോ? ഇതാണ് ഞാൻ റൈറ്റർ, അതായത് കുറച്ച് ഇതെല്ലാം എഴുതി വെച്ച് ഡെക്കറേഷൻ ചെയ്ത ഒരെണ്ണം. പിന്നെ ഇത് കുറച്ച് ഓരോ കളർ തീമും വെച്ച് ഞാൻ ചെയ്ത അതിൽ കുറച്ച് പടമൊക്കെ വെച്ച്. ഇതെന്താന്ന് വെച്ചാൽ ഈ നമ്മളൊരു ഇതുപോലെ ഇങ്ങനെ വരയ്ക്കില്ലേ, ഇതുപോലെ അങ്ങനെ വരച്ച കഴിഞ്ഞിട്ട് കളറാണ്. ഞാൻ അതിലെ 2-3 കളർ എടുത്തിട്ടുണ്ട്. തീരുമ്പോൾ നമുക്ക് വേറെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഫസ്റ്റ് എടുക്കാം. നമുക്ക് ഓറഞ്ച് കളർ എടുക്കാം.
ഇനി നമുക്ക് ഈ ഡെക്കറേഷൻ ചെയ്ത് ഓറഞ്ച് കളർ എടുക്കാം. ഇത് ഈസ് മൈ ഫേവറേറ്റ് ഗൈസ്. ഇതെനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് റൈറ്ററിന് നമുക്ക് ഏതാ വേണ്ടതെന്ന് നോക്കാം. പിന്നെ തീമൊന്നുമില്ല, നമുക്ക് ഏതാ കിട്ടണേ അതൊന്നും എടുക്കാം. ഓക്കെ, ഈ ഒരെണ്ണം എടുക്കുന്ന നോട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ എടുത്തിരുന്നത് ടീച്ചേഴ്സെ എന്തുട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തുട്ടാണ് ഉണ്ടോ. പിന്നെ വന്നിരുന്നത് ഇതാണ്, പിന്നെ വന്നിരുന്നത് പിന്നെ നമുക്ക് പിന്നെ ഞാൻ ഒരു വൈറ്റ് സാധനം എടുത്ത് അതിലൊന്നെങ്കിൽ കളർ അടിക്കുക അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്തായാലും അത് കളർ അടിക്കണം, നമുക്ക് ഒരു ഐഡിയ വേണം, എന്നാലാണ് നമുക്ക് കളർ അടിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെടുത്തു ഇവിടെ ഒട്ടിക്കുന്നു. അല്ല, നമുക്ക് വേറെ സാധനമുണ്ട്, ഞാൻ കാണിച്ചു. ഞാൻ ഇങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ടാക്കി, എന്നിട്ട് അത് ഒട്ടിക്കും, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കും. കാരണം അത് എനിക്ക് ഇത്തിരി കൂടെ ബെറ്റർ എന്ന് തോന്നി. അല്ലെങ്കിൽ നമുക്കൊരു സ്ക്വയർ വേർഡ്സിൻ്റെ കൂടെ വേറെ ആക്കാം. അതോ ഇത് വേണോ കൺഫ്യൂഷൻ. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എന്തായാലും അതാണ്. അത് നമുക്ക് കളർ നമ്മൾ ഏത് കളർ എടുത്തന്നെ അത് എടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. സെറ്റായി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേറൊരു കാര്യം ചെയ്യുമ്പോഴാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. എന്തോ ഇതിൻ്റെ അടുത്ത് അവനൊന്നും വിളിച്ചതാവേ. ഇങ്ങനെ നമ്മൾ ചുറ്റും ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നു. കൊതുകിന് പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ ടൈം, ഞാനിത് ഈ വീഡിയോ എടുക്കുന്ന ടൈം ഞാൻ കാണിച്ചു തരാം. 5:57. അതിന് മുമ്പ് അത് 5:50 തുടങ്ങി ഞാൻ എടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 8 മിനിറ്റായി. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് എന്താ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ നോട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കുക. എഴുതിയ നോട്ട് അടിച്ച് വെച്ചിട്ട് അടുത്തത് നമുക്ക് എഴുതിയ നോട്ട് ഡബിൾ സൈഡ് ടേപ്പും കൊണ്ട് ഒട്ടിക്കണ്ട. കാരണം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വേറെ ഒട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് പശ എടുത്ത് ഒട്ടിക്കാം. പശ തീർന്ന് നമ്മൾ ഫുൾ അഡ്ജസ്റ്റ്മെൻ്റാണ് കഴിച്ചത്. ഇന്ന് വേണം എനിക്ക് പശ ഒട്ടിക്കാൻ. ഇന്നലെ എനിക്ക് രാത്രി പശ വന്നു. പക്ഷെ ഞാൻ എങ്ങനെയാണ്ടൊക്കെ പശ യൂസ് ചെയ്തു. പക്ഷെ ഇന്ന് കാലിയായി. പിന്നെ ചേർക്കില്ലേ, നമ്മളൊക്കെ അങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വലുതൊന്നും വന്നു. കഷ്ടപ്പാടിലൂടെ ഇല്ലാണ്ട് നല്ലൊരാളായി തീരുന്നു. ആരതൊക്കെ പറയണേ. കഴിഞ്ഞിട്ട് ഇതെടുക്കുക, ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക. ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു. ഇനി നമുക്ക് ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് വിറക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ തീ ഒട്ടിച്ചു കൊടുക്കാം. അവിടെ കിടക്കുന്നുണ്ട്. സോറി ഗൈസ്, ഞാൻ പോസ് ചെയ്തായിരുന്നു എല്ലാം പറഞ്ഞ്. അതിൻ്റെ അർത്ഥം എന്തോ അപകടത്തിൽ പറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്, നമുക്കതൊക്കെ കളയാൻ പറ്റും. ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇവിടുന്ന് വിറക് ഒട്ടിച്ചു, വിറക് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ മണ്ണി കളിച്ചിട്ട് കഴിയുന്നു. എങ്ങനെ അത് മണ്ണി കളിച്ചിട്ടാടാ മോനെ ദിനേശ. ഗൈസ് ഇപ്പൊ വരാവേ. ഇങ്ങനെ ആക്കി എടുത്തു തീന്റെ മുകളിൽ. അയ്യോ ഗൈസ്, ഞാൻ തീന്റെ അവിടെ ഒട്ടിക്കാന്നല്ലേ പറഞ്ഞേ, തെറ്റിപ്പോ. ഇപ്പൊ തീന്റെ അവിടെ എത്തിയില്ലേ ഗൈസ്. ഇങ്ങനെ തെറ്റുകൾ വരുമ്പോ പറിച്ച് ഒട്ടിക്കണം കേട്ടാ ഗൈസ്. നിങ്ങൾ
ഇനിയിപ്പം നമുക്കുള്ളത് ഈ ഒരു വൈറ്റ് സാധനമാണ്. ഈ വൈറ്റ് സാധനം എടുത്ത് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുക. അത് നമുക്ക് പശയും കൊണ്ട് അടിച്ചാൽ മതി ഗൈസ്, അതാണ് നല്ലത്. ജേണൽ ചെയ്ത് തുടങ്ങണത് എന്നാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഈ ജേണൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹം അല്ല ഗൈസ്. ഞാൻ ഈ ജേണൽ തുടങ്ങിയത് ന്യൂ ഇയറിൻ്റെ അന്നാണ് ഗൈസ്. അതായത് ഞാൻ റിയൽ ജേണൽ തുടങ്ങിയത് ന്യൂ ഇയറിൻ്റെ അന്നാണ്. അതിന് മുമ്പ് ഞാൻ കുറേ ജേണൽ ചെയ്തു. യൂട്യൂബ് നമ്പർ 6 അത് ഞാൻ മറക്കൂല ഗൈസ്. 8 മണിക്ക് രാവിലെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇതെല്ലാം നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാം. നമുക്ക് അതായത് കുറച്ച് ഇങ്ങനെ വിചാരിക്കും ഞാൻ എന്താ ചെയ്യണേന്ന്. അങ്ങനെ എൻ്റെ ജേണൽ തീർന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം,